എല്ലാ വായനക്കാർക്കും ശ്രോതാക്കൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും കഥയും കവിതയും എഴുതുന്ന അഷ്റഫ് വി നെടിയനാടിൻ്റെ ജേണി ഓഫ് എ ബാക്ക്ഫുട്ട് ഹാർട്ട് എന്ന ആദ്യത്തെ ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കൃതിയെ പരിചയപ്പെടുത്തേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാവുന്നതാണ് കൂടുതൽ നല്ലത് എന്നൊരഭിപ്രായമാണ് എനിക്ക്. എന്നാൽ അത് എത്രമാത്രം സാധ്യമാവും, അങ്ങനെ എഴുതിയാൽ അത് എഴുത്തിനെയോ വായനയെയോ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യത്തിൽ വളരെ സംശയങ്ങളുള്ളതിനാൽ മാതൃഭാഷയിൽ തന്നെ ശ്രമിക്കാം, അല്ല മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെയാണ് കവിയും എന്നോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പൂർണ്ണമായും മാതൃഭാഷയിൽ ഇത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതിനാൽ മലയാളത്തെയും ഇംഗ്ലീഷിനെയും ആശ്രയിച്ച് കഴിയുന്നത്ര കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കാം. പുസ്തകത്തിന്റെ തലക്കെട്ടായ ജേണി ഓഫ് എ ബാക്ക്ഫുട്ട് ഹാർട്ട് എന്നത് ഒരു നഗ്നപാത ഹൃദയത്തിന്റെ യാത്ര, അല്ലെങ്കിൽ ചെരുപ്പിടാത്ത ഒരു ഹൃദയത്തിന്റെ യാത്ര എന്നൊക്കെ തർജ്ജമ ചെയ്യുന്നത് സോൾട്ട് മാംഗോ ട്രീ എന്ന പ്രയോഗം പോലെയാവും എന്ന് അഷ്റഫ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വായനക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് മറകളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, ഭാരം അറിയാത്ത ഒരു ഹൃദയാലുവിന്റെ യാത്ര. ഹൃദയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സുമനസ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാളെയും കൂടിയാണല്ലോ നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ യാത്ര പലപ്പോഴും ഉല്ലാസയാത്രയാവുന്നുണ്ട്, വിനോദയാത്രയാവുന്നുണ്ട്, ദേശാടനമാവുന്നുണ്ട്, ചിലപ്പോൾ തീർത്ഥയാത്രയും ആവുന്നുണ്ട്. അപ്പോൾ യാത്രയുടെ പല രൂപങ്ങളും ഭാവങ്ങളും നമുക്ക് ഇതിൽ ദർശിക്കാം. നമ്മുടെ ശരീരത്തിന്റെ വിഭിന്ന ഭാഗങ്ങൾ തന്നെ പല കർമ്മത്തിനും പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെ കാലുകൊണ്ടുള്ള നടത്തം പലതിനും പ്രയോജനപ്പെടുത്താം. കല്ലുകൾ പലതിനും പ്രയോജനപ്പെടുത്താറുണ്ട്. റോഡ് ഉണ്ടാക്കുന്നത് മുതൽ മതിൽ കെട്ടുന്നത് വരെ, ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരെ, പ്രതിമകൾ ഉണ്ടാക്കുന്നവരെ എല്ലാം ഒരേ വസ്തു, അതിൻ്റെ പല രൂപങ്ങൾ, പല സ്വഭാവത്തിലുള്ള കല്ലുകൾ നമുക്ക് പല പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുമാതിരി ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നടത്തം പല രൂപത്തിലും, അക്ഷരങ്ങൾ പല വിന്യാസക്രമത്തിലും ആണ് കഥയും കവിതയും നോവലും ഒക്കെയായി വരുന്നത്. അതുപോലെ യാത്ര ഇവിടെ ഒരു രൂപകമാണ്. അത് രൂപഭംഗികളിലൂടെയും നമ്മുടെ കർമ്മസിദ്ധികളിലൂടെയും ദേശത്തിന്റെ ചരിത്രത്തിലൂടെയും സമൂഹത്തിന്റെ ഹൃദയത്തിലൂടെയും പ്രകൃതിയുടെ നന്മയെയും മനുഷ്യന്റെ നന്മയെയും അന്വേഷിക്കാനാണ് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയാണ് വേണ്ടതും എന്ന അന്വേഷണമാണ് അഷ്റഫിന്റെ രചനകളെ ശ്രദ്ധേയമാക്കുന്നത് എന്ന് ആദ്യം പറയട്ടെ. ഇനി ചെരുപ്പിടാത്ത ഹൃദയത്തിന്റെ യാത്ര. ഇന്ത്യയിലെ ഇംഗ്ലീഷ് കവിത തുടങ്ങുന്നത്, കുറച്ച് ചരിത്രം കൂടി പറഞ്ഞു തുടങ്ങാന്ന് കരുതിയിട്ടാണ്, ഹെൻറി ലൂയിസ് വിവിയൻ ഡിറോസിയോ എന്ന ആംഗ്ലോ ഇന്ത്യൻ കവിയിൽ നിന്നാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് കവിത ആദ്യം ഇവിടെ ഇന്ത്യക്കാർ എഴുതുന്നതിന് മുമ്പേ അറിയപ്പെടുന്ന രീതിയിൽ എഴുതിയത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പൊ ആംഗ്ലോ ഇന്ത്യന്മാരെ ബ്രിട്ടീഷ് പൗരന്മാരായിട്ട് കണക്കാക്കുന്നില്ല, ഇന്ത്യൻ പൗരന്മാരായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലാണ്. അതിനുശേഷം ഒരുപാട് പേര് എഴുതി. കാശി പ്രസാദ് ഘോഷ്, മൈക്കൽ മധുസൂദനൻ ദത്ത്, രമേശ് ചന്ദ്ര ദത്ത്, ശ്രീ അരബിന്ദോ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു, ജോസഫ് ഫർട്ടഡോ, എ കെ രാമാനുജൻ, കമലദാസ്, അരുൺ കോലാട്കർ, ജയന്ത മഹാപാത്ര, അരുന്ധതി സുബ്രഹ്മണ്യം, മീന കന്ദസ്വാമി, ഈ നിര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവരിൽ ചിലരുടെയെങ്കിലും കവിതകളുമായി പരിചയമുള്ള മലയാളികൾക്ക് അഷ്റഫ് വി നെടിയനാടിന്റെ ലളിതവും സുതാര്യവും ഭാവാത്മകവും ആയ കൊച്ചു കൊച്ചു ഇംഗ്ലീഷ് കവിതകൾ സ്വീകാര്യമാവാതിരിക്കില്ല. ഇംഗ്ലീഷ് കവിതകളുമായി ചെറിയൊരു പരിചയം ഉണ്ടായാൽ ഇത് തീർച്ചയായും നമ്മുടെ വായനക്കാർ സ്വീകരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ വേഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും കെയ്റ്റ്സിൻ്റെയും ഷെല്ലിയുടെയും ടെന്നിസിൻ്റെയും ഒക്കെ കവിതകൾ, വില്യം ബ്ലെയ്ക്കിൻ്റെയും ഒക്കെ കവിതകൾ പരിചയമുള്ളവർക്ക്, എന്നാൽ അത്രയും കഠിനമായ ഡിക്ഷൻ ഇല്ലാതെ ലളിതമായ ഡിക്ഷൻ ഉപയോഗിച്ചാണ് ഇന്ത്യൻ സ്കെച്ചുകൾ
അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്കെച്ചുകൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലെ നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ കവിത, ഈ രചന നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതകളിലും ഇന്ത്യൻ കവിതകളിൽ പൊതുവെ കാണുന്ന ദേശീയതയും പ്രാദേശികതയും പ്രകൃതിയും ഗ്രാമഭംഗിയും അതുപോലെ ഗ്രാമീണ ജീവിതവും പട്ടണ ജീവിതവും നഗരജീവിതവും പരിഷ്കാരവും അതിൻ്റെ വൈവിധ്യമാർന്ന സ്വഭാവ സവിശേഷതകളും ഒക്കെ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. അത് ഏത് കവിതയാണെങ്കിലും, ഇന്ത്യക്കാരെഴുതുന്ന കവിതയിലും ആംഗ്ലോ ഇന്ത്യൻ ജനത എഴുതുന്നതിലും ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എഴുതുന്നതിലും. എന്നാൽ പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ടാഗോറിൻ്റെയും അരബിന്ദോവിൻ്റെയും ഇംഗ്ലീഷ് കവിതകളിലെ ആധ്യാത്മികതയും ദാർശനികതയും അതുമായി ബന്ധപ്പെട്ട നിഗൂഢതകളും അഷ്റഫിന്റെ കവിതകളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മലയാളിക്ക് കൂടുതൽ പരിചയമുള്ള മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കവിതകളിലെ നവനാഗരികതയും ഏകാന്തതയും അനാഥത്വവും ആവലാതികളും നമ്മെ നൊമ്പരപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പ്രിയങ്കരിയായ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെട്ട നമ്മൾ മനസ്സിൽ ഓമനിക്കുന്ന സരോജിനി നായിഡുവിന്റെ കവിതകളോടായിരിക്കും അഷ്റഫിന്റെ കവിതകൾക്ക് അല്പമെങ്കിലും അടുപ്പം. ഒരുപക്ഷെ വരികളുടെ നീളക്കുറവും ചൊല്ലുമ്പോഴുള്ള താളവും മാറ്റിവെച്ചാൽ സരോജിനി നായിഡുവിന്റെ കവിതകളിലെ പ്രാദേശികതയും പ്രകൃതിയും ലാളിത്യവും സത്യസന്ധതയും ആണ് നമുക്ക് അഷ്റഫിന്റെ കവിതകളിൽ ആദ്യം പിന്തുടരാൻ സാധിക്കുന്നത്. എന്നാൽ സരോജിനി നായിഡു കൃത്യമായ പരമ്പരാഗതമായ ഇംഗ്ലീഷ് മീറ്ററിൽ എഴുതിയ കവയിത്രിയാണ്. അവരുടെ കവിതകൾ പരിചയമുള്ളവർക്ക്, ക്ലാസ് മുറികളിൽ പരിചയമുള്ളവർക്ക്, പാഠപുസ്തകങ്ങളിൽ പരിചയമുള്ളവർക്ക് അതറിയാം, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അവരുടെ ബാംഗിൾ സെല്ലേഴ്സ്, ഹൈദരാബാദിലെ ബാംഗിൾ സെല്ലേഴ്സ് എന്ന കവിത, പാലൻകിൻ ബാരേഴ്സ്, അതാ പാലൻകിൻ കൊണ്ടുപോകുന്ന താളത്തിലാണ് എനിക്ക് ജെന്റ്ലി ഓ ജെന്റ്ലി വി ബാഗ് ലോങ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പോ പിന്നെ കാറ്റ്മാരൻസ്, കട്ടുമരം എന്ന തമിഴ് മരം കെട്ടിയുണ്ടാക്കുന്ന തോണിയാണത്. അതിനാണ് കാറ്റ്മാരൻസ് എന്ന് ഇംഗ്ലീഷ് പേരിട്ടിട്ട് അവർ എഴുതിയിരിക്കുന്നത്. ഫിഷർമാൻ കോളനിയിലെ കഥയാണ്. അതൊക്കെ അവരുടെ ജീവിതശൈലിയും ജീവിത താളവുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അഷ്റഫിന്റെ കവിതകളിലെ ഘടനാപരമായിട്ട് പരിശോധിച്ചാൽ അഷ്റഫിന്റെ കവിതകൾക്ക് ഇവരോടൊന്നുമല്ല, എമിലി ഡിക്കൻസിന്റെ കവിതകളോടാണ് കൂടുതൽ എടുപ്പം. അതായത് അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധേയയായ ഏകാന്ത വിരഹത്തിന്റെ കവിതകൾ പാടിയിട്ടുള്ള എമിലി ഡിക്കൻസിന്റെ കവിതയോടാണ് അടുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. രൂപഘടനയും അപൂർവമായി ഭാവപരിസരത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. കവിതകളുടെ രൂപഘടനയും അതിൻ്റെ ഭാവവും പലപ്പോഴും ഏകാന്തത, ഒരു വിരഹം, വിഷാദം, അതൊക്കെയാണ് പ്രധാന വിഷയങ്ങളായിട്ട്, ഭാവങ്ങളായിട്ട് വരുന്നത്. എന്നാൽ അതിലേറെ സവിശേഷത മിക്ക കവിതകളിലും ഒരു സൂഫിസത്തിന്റെ വിഷാദഛായ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായും, മുകളിൽ മാത്രമല്ല അതിൻ്റെ ആത്മീയതയുടെ സാരാംശം ആഴത്തിൽ അടിഞ്ഞു കിടക്കുന്നതായും നമുക്ക് കാണും. അഷ്റഫിന്റെ കവിതകളിലെ ഏറ്റവും ശ്രദ്ധേയമായ അംശം അതാണ്. അപ്പോൾ അഷ്റഫ് കവിതകളിലൂടെ കാണിച്ചു തരുന്നത് പരിചിതങ്ങളായ ചിത്രങ്ങളാണെങ്കിലും അവയ്ക്ക് പിറകിൽ അപരിചിതങ്ങളായ പല ദർശനങ്ങളും അവസ്ഥാവിശേഷങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ഉദാഹരണത്തിന് സമാഹാരത്തിലെ ഒരു കവിതയും ഞാൻ എടുക്കുന്നുള്ളൂ. സമാഹാരത്തിലെ ആദ്യത്തെ കവിത തന്നെ എടുക്കാം, ദ പോർട്രേറ്റ്. അതിൽ ഭൂമിയും ആകാശവും മഴയും വെയിലും എല്ലാം എത്രയോ കവിതകളിൽ ആവർത്തിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അഷ്റഫിന്റെ കയ്യിൽ അത് വായനക്കാർ കൊതിച്ചു പോകുന്ന അത്ഭുതങ്ങളുടെ വാഗ്വിലാസമായിട്ട് മാറുന്നു. വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഒരു കവിത വായിച്ച അടുത്ത കവിതയുടെ വരികളിലേക്ക് നമ്മൾ അറിയാതെ നിന്നു പോകുന്നൊരു അവസ്ഥയാണ് അനുഭവിക്കുന്നത്. താളമായും നൃത്തമായും അനുഭവിക്കാൻ കഴിയുന്നു. വെറും വാക്കുകളല്ല, കൊച്ചു കൊച്ചു വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ബീറ്റ് ശരിയാവുന്നത്. ഇംഗ്ലീഷ് കവിതയ്ക്ക് ഒരു ബീറ്റാണ്. നമ്മുടെ രാഗം, താളം, നമ്മുടെ കേകയ്ക്കും മഞ്ചരിക്കും നദോന്നതയ്ക്കുമുള്ള താളമല്ലല്ലോ ഇംഗ്ലീഷിനൊരു ഒരു പ്രധാനമായിട്ടും ഒരു റൈസ് ആൻഡ് ഫോൾ ആണ്. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് കേട്ടിട്ടില്ലേ? അതേമാതിരി വിൽ നോ വൺ ടെൽ മീ വാട്ട് ഷീ സിങ്സ്, ഹോം ദേ ബ്രോട്ട് ഹെർ വാരിയർ ഡെഡ്. ഇതിലൊക്കെ ഒരു ബീറ്റാണ്. ഒരു സ്ട്രെസ്ഡ് സിലബിളും ഒരു അൺസ്ട്രെസ്ഡ് സിലബിളുമാണ്, ഒരു റൈസും ഒരു ഫാളുമാണ് ഇംഗ്ലീഷ് കവിതയിലെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ
താളമായും അതിൻ്റെ നൃത്തമായിട്ടും അനുഭവിക്കാൻ കഴിയുന്നത്. അത് നമുക്ക് കാണുമ്പോഴാണ് അത് നൃത്തമാവുന്നത്, കേൾക്കുമ്പോഴാണ് അത് താളമാവുന്നത്. അഷ്റഫിന്റെ പദാവലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കവിതയിലെ ഡിക്ഷൻ നമ്മുടെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പരിധിയിൽ വരുന്നതാണ്. അദ്ദേഹം വലിയ വലിയ കഠിന പദങ്ങളോ വളരെ നീണ്ട 10 അക്ഷരത്തിൽ കൂടുതലുള്ള പദങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. അഷ്റഫിന്റെ വരികൾ ശില്പപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു പ്രത്യേക മീറ്ററിൽ അല്ലെങ്കിൽ അവയ്ക്ക് അവയുടേതായ ഒതുക്കവും താളവും തന്മയത്വവും ഉണ്ട്. ഇതുവരെ പറഞ്ഞ കവികളുടെയൊക്കെ ട്രഡീഷണൽ പോയട്രിക്ക് ഒരു പ്രത്യേക മെട്രിക്കൽ കോമ്പസിഷൻ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായ വൃത്തത്തിലോ താളത്തിലോ വരികളുടെ എണ്ണക്രമത്തിലോ സ്റ്റാൻസുകളിലെ വരികളുടെ ക്രമത്തിലോ യാതൊരു നിയന്ത്രണവും നിർബന്ധവും പുതിയ കവികൾ പൊതുവെ പുലർത്താറില്ല. അഷ്റഫും അത് പുലർത്തിയിട്ടില്ല. അധികവും 3 വരികളുള്ളതും 4 വരികളുള്ളതാണ്. അപ്പോൾ ഈ സംസ്കൃതത്തിലും മലയാളത്തിലും ഗായത്രം എന്നൊരു വൃത്തമുണ്ട്. അത് 3 വരികളിലാണ് ഒരാശയത്തിന്റെ ഒരു യൂണിറ്റ് ആവിഷ്കരിക്കുന്നത്. ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി ഈ വൃത്തത്തിലാണ്. ഇംഗ്ലീഷിലും ട്രിപ്ലറ്റ്, കപ്ലറ്റ്, ട്രിപ്ലറ്റ് എന്നൊക്കെ കൊണ്ട് കുറേ ഉണ്ട്. ക്വാഡ്രെയിൻ എന്ന സങ്കല്പങ്ങളുണ്ട്. അത് 3 വരികളിൽ സമ്പൂർണ്ണമാവുന്ന ഒരാശയത്തിന്റെ ഭാഗമാണ് ഇതിൽ സഫലമാകുന്നത്. അങ്ങനെയുള്ള കവിതകൾ കുറവാണെങ്കിലും ഈ 3 വരി കവിതകൾ അഷ്റഫിന്റെ കവിതകളിൽ എത്തുമ്പോൾ പൊതുവെ കാണുന്ന ഒരു ശില്പമാതൃകയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അത് 4 വരിയാവും, 5 വരിയാവും, 6 വരിയാവും. അതിനെ ക്രമപ്പെടുത്തിയിട്ടില്ല. ഒരു നിയമത്തിന്റെ ഇതിൻ്റെ ഉള്ളിൽ, ഫ്രെയിംവർക്കിനുള്ളിൽ പെടുത്തിയിട്ടില്ല. ഇംഗ്ലീഷിലെ പരമ്പരാഗതമായ കവിതയിൽ സിലബിൾ അനുസരിച്ചാണ് അവയുടെ താളം എന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് ഫാൾ. ഞാൻ നേരത്തെ ചൊല്ലിയല്ലോ. അതനുസരിച്ചാണ് അതിൻ്റെ മീറ്റർ, ഇംഗ്ലീഷിലെ വൃത്തത്തിന് മീറ്റർ എന്നാണ് പറയുക, തിരിച്ചറിയപ്പെടുന്നത്. അതനുസരിച്ച് ദ നമ്പർ ഓഫ് ഫീറ്റ് പെർ ലൈൻ ഹാസ് നെയിംസ് ടു. അവരതിൻ്റെ പേരുകൾ അങ്ങനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മോണോമീറ്റർ ഒരു ഫുട്ട് മാത്രം ഉള്ളത്, അത് കുറവാണ്. ഡയമീറ്റർ 2 ഫീറ്റ്. പിന്നെ ട്രൈമീറ്റർ 3 ഫീറ്റ്, 3 അടിയുള്ളത്. പിന്നെ ടെട്രാമീറ്റർ 4 എണ്ണം, പെൻറ്റാമീറ്റർ 5 എണ്ണം, ഹെക്സാമീറ്റർ 6 ഫീറ്റ് ഉള്ളത്, ഹെപ്റ്റാമീറ്റർ 7, ഒക്ടാമീറ്റർ 8. ഇങ്ങനെയാണ് അത് പോകുന്നത്. എത്ര തവണ റൈസ് ചെയ്യുന്നു, ഫോൾ ചെയ്യുന്നു. റൈസ് ആൻഡ് ഫോൾ അനുസരിച്ചാണ് ഒരു വരികളിലെ സിലബിളുടെ ക്രമീകരണത്തെ അനുസരിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ പൊതുവെ അയാംബിക് പെൻറ്റാമീറ്റർ എന്നൊരു സാധനമുണ്ട്. 5. അത് വളരെ വിഖ്യാതങ്ങളായിട്ടുള്ള കവിതകളൊക്കെ ഷേക്സ്പിയർ പോലും അറിയാതെ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് ആണെങ്കിലും ഉപയോഗിച്ചതിൽ അറിയാതെ വന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ 10 സിലബിൾസ് ഉണ്ടാവും മൊത്തം. അത് ആൾട്ടർനേറ്റിംഗ് അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പ്രശസ്തമായ ഷേക്സ്പിയറുടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ. അത് അയാംബിക് പെൻറ്റാമീറ്ററാണ്, ഒരു സോണറ്റിലെ ഒരു വരിയാണ്. പിന്നെ ഇതുമാതിരി കപ്ലറ്റ്, ട്രിപ്ലറ്റ്, ക്വാട്രെയിൻ, ക്വിൻറ്റെയിൻ എന്നിങ്ങനെ പല പേരിലും ഇംഗ്ലീഷ് കവിതയുടെ ഈ സ്റ്റാൻസകളുടെ ക്രമീകരണം അനുസരിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക നിയമത്തിൽ അല്ലെങ്കിൽ ക്രമത്തിൽ ഒതുങ്ങുന്നതല്ല കവിത എന്ന തിരിച്ചറിവാണ് ആധുനിക കവിതയുടെ പ്രഖ്യാപനമായി മാറുന്നത്. ഇനി നമുക്ക് അഷ്റഫിന്റെ ആദ്യത്തെ കവിതയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ കവിത ദി പോർട്രേറ്റ്. അപ്പോൾ ഒരു കവിതയെങ്കിലും മുഴുവനായിട്ട് വായിക്കാം. ഒരു കവിത വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്വഭാവം മനസ്സിലാവും. I wish to draw your portrait, but no canvas waits for me other than the endless sky. നമുക്ക് എത്ര ലളിതമായിട്ടാണ് പോകുന്നത്. ഇത് ആദ്യത്തെ 3 വരി. No brush exists in my hand other than the falling rain, each drop shaping your memory. രണ്ടാമത്തെ. പിന്നെ വരുന്നത് 4 വരിയിലാണ്. No color is born for me other than the hues of nature, where rivers sing your name and flowers breathe your silence. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരിയാണ് ഇത്. Where rivers sing your name and flowers breathe your silence. ഇത് ശരിക്കും ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു ഇംഗ്ലീഷ് കവിത വായിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അടുത്തത് 5 വരികളാണ്. So let the wind complete the lines. So let the clouds shade your eyes. And let the dawn reveal the portrait of you painted upon my soul. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്, പ്രകൃതിക്ക് വിട്ടുകൊടുത്തിട്ട്. അപ്പൊ ഈ കവിത
പുസ്തകത്തിലെ കവിതകളിലെ പൊതുധാര പ്രതിനിധാനം ചെയ്യുന്ന വാഗ്ദാനങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ ശാന്തത, അതിൻ്റെ സരളത, അതിൻ്റെ ലാളിത്യം, അതിൻ്റെ ഗാനാത്മകത, അങ്ങനെയുള്ള പല വിശേഷങ്ങളും. ഇപ്പൊ ദുർഘടമായ ഘടന ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല, ലളിതമായ ശൈലി സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ആദ്യത്തെ ഘടകം. ഘടനാപരമായി ഈ കവിതയിലെ വായനക്കാരൻ ഒരു പ്രയാസവും നേരിടുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി 10ാം ക്ലാസ് കുട്ടിക്ക് പോലും വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം സംഗീതാത്മകമായ ലാളിത്യം എന്ന ഘടകം അടിവരയിടേണ്ട ഒന്നാണ്. കൊച്ചു കൊച്ചു വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കവിത പാടാൻ കഴിയുന്നത്. അല്ലാതെ എക്സാമിനേഷൻ, ഡെമോൺസ്ട്രേഷൻ എന്ന് തുടങ്ങിയിട്ടുള്ള 3, 4, 5 സിലബിളുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അതിൽ കവിത നഷ്ടപ്പെടും, അല്ലെങ്കിൽ സംഗീതം നഷ്ടപ്പെടും. അത് മലയാളത്തിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പരിധിവരെ അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. വരികളുടെ ഘടന വ്യക്തവും വിവരണം നേരിട്ടുള്ളതുമാണ്, എല്ലാം ഡയറക്റ്റാണ്. വിചിത്രമായ വാക്കുകളോ അപരിചിതമായ കാവ്യസങ്കേതങ്ങളോ ഇവിടെ പ്രയാസം സൃഷ്ടിക്കുന്നില്ല. ഓരോ വരിയും ഒരൊറ്റ കാര്യം മാത്രം ഏറ്റെടുക്കുന്നു. പക്ഷെ ഷേക്സ്പിയറുടെ ഒക്കെ വരികൾ വായിച്ചാൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വൊക്കാബുലറി 40,000 ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെ വന്നു പെട്ടുവെന്ന് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്, അല്ലെങ്കിൽ അതില് ആലോചനകൾ, റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇത് അലങ്കാരരഹിതമാണോ? അല്ല, അങ്ങനെ കരുതാൻ സാധിക്കില്ല. കൃത്രിമമായ അലങ്കാര പദ്ധതികൾ ഇല്ലാതെ തന്നെ മനോഹരമായ ഒരു സൗന്ദര്യ ശില്പം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പോർട്രേറ്റിന്റെ ഇതിനൊക്കെ എല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. മേഘം, മഴത്തുള്ളി, ആകാശം, എല്ലാം. ഇതില് സാധാരണ നേരത്തെ പറഞ്ഞ മാതിരി നിരീക്ഷിക്കപ്പെടുന്ന അന്ത്യപ്രാസം, ആദ്യപ്രാസം, അനുപ്രാസം, ഇതൊക്കെ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. എലിറ്ററേഷൻ എന്ന് പറയും, റൈമിംഗ് സ്കീം എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഇവിടെ നിർബന്ധമാക്കി എടുത്തിട്ടില്ല. ഇതില് ക്യാൻവാസ് ആകാശമാണ്, ബ്രഷ് മഴയാണ്, കളർ പ്രകൃതിയുടെ വർണ്ണങ്ങളാണ്, അല്ലാതെ കൃത്രിമമായ വർണ്ണങ്ങളല്ല. ഇതൊരു ബോധപൂർവമായ ആവർത്തിക്കുന്ന ഘടനയാണ്. ഇതിൽ പല കവിതകളിലും കാണും. ഈ വാക്കുകളൊക്കെ പരിചിതമാണ്. ഈ ഘടന വളരെ ലളിതവും സുതാര്യവുമാണ്. ഇനി ഒന്ന്, പ്രതീക സമൃദ്ധം. ഉപയോഗിക്കുന്ന സിമ്പിൾസ്, ഇമേജസ്, അത് സമൃദ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അഷ്റഫിന്റെ രചനകളുടെ ഒരു പ്രത്യേകതയാണ്. അത് സത്യസന്ധവുമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ സംശയം വരുന്ന രീതിയിലല്ല. ഇതെല്ലാം സാധാരണക്കാരന്റെ അനുഭവങ്ങളായിട്ടാണ് കാണുന്നത്. ആകാശം, മഴ, നദി, പൂക്കൾ, കാറ്റ്, മേഘങ്ങൾ, പ്രഭാതം. കവിതയിലെ കാവ്യസങ്കേതങ്ങൾക്ക് പകരം പ്രകൃതിയിലെ കാഴ്ചകളാണ് അതിന്റെ ജൈവ സാന്നിധ്യമായിട്ട് നിൽക്കുന്നത്. ഈ പോർട്രേറ്റ് എന്ന കവിത ഒരു വ്യക്തി വരയ്ക്കുന്ന ഒരു വ്യക്തിയുടെ പോർട്രേറ്റ് അല്ല. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പ്രകൃതി വരയ്ക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ പോർട്രേറ്റ് ആണ്. കാലാവസ്ഥയും വെളിച്ചവും കൊണ്ട് അത് രൂപപ്പെടുകയാണ്. കാഴ്ചകൾ പ്രണയത്തിനും വിരഹത്തിനും അനുകൂലമായ പശ്ചാത്തലം ഒരുക്കുന്നു. പ്രകൃതി തന്നെ ഒരു രൂപകമായി മാറുകയാണ്. വൈകാരിക സത്യസന്ധത എന്നൊരു അംശമുണ്ട്. നമ്മൾ ഏതിനെയാണോ സമീപിക്കുന്നത് അതിനെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞിട്ടേ അതിനെപ്പറ്റി എഴുതാനോ വരയ്ക്കാനോ പാടാനോ പാടുകയുള്ളൂ. ഇത് എൻ്റെ ആത്മാവിൽ വരച്ചതാണ് എന്ന വാക്ക് എന്ന വരി നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടും. ഇത് എൻ്റെ കയ്യിൽ ബ്രഷില്ല, എൻ്റെ ആത്മാവിൽ വരച്ചതാണിത്. കവി തന്നെ നിസ്സഹായത സമ്മതിക്കുകയാണെങ്കിലും ഇവിടെ ഒരു പോർട്രേറ്റ് പരിപൂർണമാവുകയാണ്. ഇത് പ്രകൃതിയുടെ ഇന്ദ്രജാലമാണ്, അത് ഒരു മനുഷ്യനിർമ്മിതിയല്ല. കവി എഴുതുമ്പോഴും കവിത പ്രകൃതിയുടെ ഉൽപ്പന്നമായി മാറുന്നു. പക്ഷെ കവിത ചില പ്രത്യേകതകളിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതിൽ നീ ആരാണെന്നോ എന്തുകൊണ്ട് അത് പോയെന്നോ ആരാധന എന്ന ഒരു അംശമല്ലാതെ സംസാരിക്കുന്ന ആൾക്ക്, കവിക്ക് യഥാർത്ഥത്തിൽ എന്തു തോന്നുന്നുവെന്നോ നമുക്കറിയില്ല. അത് വായനക്കാരൻ കണ്ടുപിടിക്കേണ്ടതാണ്. അത് സുരക്ഷിതവും മനോഹരവുമായ അമൂർത്ത ദുഃഖത്തിൽ നിൽക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അമൂർത്തമായ ഒരു ദുഃഖത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അത് സത്യസന്ധമാണ്, തീവ്രവുമാണ്. ഇപ്പൊ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ മൗനം സംസാരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പുഴകൾ നിന്റെ പേരുകൾ പാടുന്നു, ഞാൻ വായിച്ചല്ലോ. അതില് റിവേഴ്സ് സിംഗ് യുവർ സോങ്സ് എന്നുള്ളത്. പൂക്കൾ നിന്റെ മൗനം ശ്വസിക്കുന്നു, ഫ്ലവേഴ്സ് ബ്രീത്ത് യുവർ സൈലൻസ് എന്നുള്ളത് എന്ന വരികൾ സംസാരിക്കുന്നത് വായനക്കാരനെ അത്ഭുതപ്പെടുത്താതിരിക്കില്ല. കാരണം അവൻ ഇതുവരെ പരിചയിച്ചതല്ല അത്.
മനുഷ്യഭാവനയ്ക്ക് കഴിയാത്തത് കൊണ്ട് കാറ്റ്, മേഘങ്ങൾ, പ്രഭാതം എന്നിവ ചേർന്നാണ് ഈ പോർട്രേറ്റ് പൂർത്തിയാക്കുന്നത്. കവിത സംസാരിക്കുന്നത് പ്രകൃതി നിശബ്ദമാവുമ്പോഴാണ്. പിറകെ പ്രകൃതി വാചാലമാവുന്നത് വാക്കുകൾ വരികളാവുമ്പോഴാണ്. ശബ്ദവും മൗനവും ചിത്രവും സംഗീതവും ആവുന്നു. ദൃശ്യങ്ങൾ ചലിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകളിൽ സംഗീതം വിടരുന്നു. അങ്ങനെയാണ് അഷ്റഫിന്റെ പല കവിതകളും ചിത്രത്തിനോടും സംഗീതത്തിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നത്. ദി പോർട്രേറ്റ് എന്ന രചന കവിതയാവുന്നത് അത് പ്രതീക സമ്പന്നവും പ്രകൃതി രമണീയവും സംഗീതാത്മകവുമാവുമ്പോഴാണ് എന്നിപ്പോൾ തീർച്ചയാക്കാം. സംഗീതാത്മകതയുടെ മുഖ്യ കാരണം ലളിതവും താളബദ്ധവുമായ ലഘു ശബ്ദങ്ങളുടെ ഹൃദ്യമായ കൂട്ടിച്ചേർക്കലാണ്, വിന്യാസമാണ്. ഇവിടെ ലളിതമായ ഒരു മലയാള കവിതയെ പിന്തുടരുന്നത് പോലെ, സൂര്യകാന്തിയൊക്കെ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വൈലോപ്പിള്ളി കവിതകളൊക്കെ വായിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അഷ്റഫിന്റെ ഇംഗ്ലീഷ് കവിതയും ഇതുപോലെ ആസ്വാദനക്ഷമമാണ് എന്ന് നമ്മൾ സമ്മതിച്ചേക്കും. സമാഹാരത്തിലെ ആദ്യ കവിത തന്നെ വിളംബരം ചെയ്യുന്നത് കാറ്റും മേഘങ്ങളും ഈ പോർട്രേറ്റ് പൂർത്തിയാക്കുമെന്നാണ്. അവസാന ഭാഗത്ത് ഞാനിത് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല, നാളെ രാവിലെ പ്രഭാതത്തില് ഇത് പൂർത്തിയായിരിക്കുന്നു. പ്രഭാതത്തിൽ അതിന്റെ പ്രകാശനവും സാധ്യമാവും. അത് നിങ്ങളുടെ ദൃശ്യവിസ്മയമായി മാറിയേക്കും. തനിക്ക് നേരിട്ട് പങ്കില്ലെങ്കിലും ഈ പോർട്രേറ്റ് സാർത്ഥകമാവുന്നത് സ്വന്തം ആത്മാവിലാണ്. അത് നിങ്ങൾക്ക് പകർന്നു തരാനുള്ള ഒരു ശ്രമമാണ് കവിതയുടേതും കവിയുടേതും. അത് കവിത വായിച്ചു തീരുമ്പോൾ വായനക്കാരനും അനുഭവിക്കുന്നത് അതാണ്, പൂർണ്ണമായ ഒരു ചിത്രം. ഇതുപോലെ ഈ സമ്പുടത്തിലെ മിക്ക കവിതകളും എളുപ്പത്തിൽ വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്നതാണ്. ലാളിത്യം, സൗകുമാര്യം, ശാലീനത, വ്യക്തത, സംഗീതാത്മകത, ശാന്തത തുടങ്ങിയവയാണ് അഷ്റഫിന്റെ കവിതയുടെ മുഖമുദ്രകൾ. ഇനി ചില തലക്കെട്ടുകൾ പരിശോധിക്കാം. എല്ലാ കവിതകളിലേക്കും ഞാൻ പോകുന്നില്ല. തലക്കെട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ഉള്ളടക്കം ബോധ്യമാകും. മൂൺ ഗാർഡൻ, എൻഡ്ലെസ് റോഡ്സ്, മൈ യൂണിവേഴ്സ്, മൈ ബെറ്റർ ഹാഫ്, സ്റ്റോമി വെതർ, ദ സ്റ്റോളൻ കീ, പ്ലാസ്റ്റിക് ഹാർട്ട്, മെൽറ്റിംഗ് സ്റ്റാർസ്, വാക്സ്, വെസ്റ്റേൺ ഹൊറൈസൺ, സ്വീറ്റ് വേർഡ്സ്, ലവ്, ട്രൂത്ത്. ഇങ്ങനെ ഏകദേശം 100ഓളം കവിതകൾ, 95 വരെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇനി 1-2 കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പൊ 100ഓളം കവിതകൾ തലക്കെട്ട് പോലെ ഉള്ളടക്കവും തുറന്നു വെച്ച സൗമ്യ സുന്ദര ഭാവനകൾ, ചിന്തകൾ, നിരീക്ഷണങ്ങൾ, അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ. ഇതാണ്. ഇനി ഞാൻ ശ്രദ്ധേയമായ ചില വരികൾ ഞാൻ വായിച്ചു പോകുമ്പോൾ 100 കവിതകളിൽ ഒരു 8-10 കവിതകളിൽ എന്നെ സ്പർശിച്ച ഈ 2 വരികൾ അല്ലെങ്കിൽ 3 വരികൾ പറയാം. ആദ്യത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പോയോ അറിയില്ല. ഓഫ് വൂണ്ട്സ് ദാറ്റ് ടേൺഡ് ഇൻടു സോങ്സ്, ഓഫ് ഹോപ്പ് ദാറ്റ് റോസ് ലൈക്ക് ടൈഡ്സ്. ഇതിൽ ആ റൈസും ഫാളും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് ഞാൻ ചൊല്ലിയത് ശരിയായിട്ടെങ്കിൽ കൂടുതൽ ഇതിന് ചൊല്ലാൻ അറിയുന്ന ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ഓഫ് വൂണ്ട്സ് ദാറ്റ് ടേൺഡ് ഇൻടു സോങ്സ്, ഓഫ് ഹോപ്പ് ദാറ്റ് റോസ് ലൈക്ക് ടൈഡ്സ്. അങ്ങനെയാണത് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത്. അത് വിജ്ഞാന സമ്പന്നർ ചൊല്ലുന്നത് വേറെ രീതിയിലായിരിക്കും. അടുത്തത്, വിത്തിൻ ദ കേർവ് ഓഫ് യുവർ ലിപ്സ്, വിത്തിൻ ദ ബ്രെത്ത് ഓഫ് യുവർ സ്മൈൽ. കൊണ്ട് എത്ര വെൽ ബാലൻസ്ഡ് ആണ് ഓരോ പാറ്റേണും. പിന്നെ എ മെമ്മറി പ്രസ്ഡ് ഫോർ എവർ ബിറ്റ്വീൻ ദ പേജസ് ഓഫ് ടൈം. എ മെമ്മറി പ്രസ്ഡ് ഫോർ എവർ ബിറ്റ്വീൻ ദ പേജസ് ഓഫ് ടൈം. അത് അഷ്റഫ് നിർത്തുന്നിടത്തുനിന്ന് നമുക്ക് ആലോചിക്കാനുള്ള വിഷയമാണ്. എന്താണ് പ്രസ്ഡ് അണ്ടർ, ബിറ്റ്വീൻ, എന്താണ് പേജസ് ഓഫ് ടൈം? എ സീക്രട്ട് റിതം സ്ലീപ്പിംഗ് ഇൻ എറ്റേണിറ്റി. നമുക്ക് വളരെ ചെറിയ 2-3 വാക്കുകളിലാണ് 2 ലൈൻ. എ സീക്രട്ട് റിതം. എല്ലാത്തിലും ഒരു റിതം ഉണ്ടെന്നാണ്. അണ്ടകടാഹത്തിലും യൂണിവേഴ്സിലും ഈ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഇതെല്ലാമുള്ള ഗാലക്സി, ഇതിന്റെ തിരിഞ്ഞു വരുന്നതിലൊക്കെ ഒരു റിതം ഉണ്ടെന്നാണ് പൊതുവായിട്ടുള്ള നിരീക്ഷണം അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എ സീക്രട്ട് റിതം സ്ലീപ്പിംഗ് ഇൻ എറ്റേണിറ്റി. ഇനി വേറൊന്ന്, every breath I take becomes its verse. Every step I make completes its universe. അതാണ് വേർഡ് അറേഞ്ച്മെന്റ്. പദവിന്യാസം എന്ന് പറയുന്നത് ഒരു കലയായിട്ട് വളരുന്ന പല സന്ദർഭങ്ങളും ഇതിലുണ്ട്. ഹോൾഡ് മീ ആസ് എ ഫ്രണ്ട് ഫ്രം ടൗൺ വെൻ ദ സ്കൈ ഈസ് ഫോളിംഗ് ഡൗൺ. ഇത് വേറൊരു കവിതയിലെ 2 വരികളാണ്. എനിക്ക് ഈ താളമുള്ള വരികളാണ്, അല്ലെങ്കിൽ റിഥമിക് ആയിട്ടുള്ള വരികളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ളതാണ്. അങ്ങനെ എല്ലാത്തതും ധാരാളം ഉണ്ട് കേട്ടോ. പുതിയ കവിതയിൽ അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഹോൾഡ് മീ ആസ് എ ഫ്രണ്ട് ഫ്രം ടൗൺ വെൻ ദ സ്കൈ ഈസ് ഫോളിംഗ് ഡൗൺ.
അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്നെ സുഹൃത്തായി തിരഞ്ഞെടുക്കാം. ഇതൊക്കെയാണ് സൂഫിസത്തിന്റെ ടച്ചുകൾ. And now the room remains untouched, a quiet wound that echoes softly in the dark. കണ്ടോ, ഒരു wound, a quiet wound that echoes softly in the dark. അടുത്തത്, on the screen she is lifted out of the slum, washed clean by pixels, dressed in borrowed light. Dressed in borrowed light. ഈ ബോറോഡ് ലൈറ്റ് ഇങ്ങനെയുള്ള ചില ഫ്രേസുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കോയിനേജ് ആണ്. ഇത് ഇതുവരെ കാണാത്തതാണ്. ലീഫ് ബൈ ലീഫ് ഓഫ് തോട്ട്, ചിന്തയെ ലീഫ് ബൈ ലീഫ് ആയിട്ടാണ് അവിടെ പിരിച്ചു വെച്ചിരിക്കുന്നത്. ബ്രാഞ്ച് ബൈ ബ്രാഞ്ച് ഓഫ് സൈലൻസ്. ഇതെല്ലാം പുതിയ കണ്ടെത്തലുകളാണ്. ഇതെല്ലാം അഷ്റഫിന്റെ സ്വന്തം എന്താ പറയുക പദാവലികളാണ്. നമുക്ക് ലീഫ് ബൈ ലീഫ് ഓഫ് തോട്ട്സ്, ബ്രാഞ്ച് ബൈ ബ്രാഞ്ച് ഓഫ് സൈലൻസ്, ബേർഡ്സ് റെസ്റ്റ് ഓൺ മൈ ക്വസ്റ്റ്യൻസ് ആൻഡ് വിൻഡ് റീഡ്സ് മൈ ആൻസേഴ്സ്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ? ഷെല്ലിയെ വായിച്ചവരുണ്ടാവും, കീറ്റ്സിനെ വായിച്ചവരുണ്ടാവും, വേർഡ്സ്വർത്തിനെ വായിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലേയും ഉയർന്ന ചിന്തകളും ഉണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് ഈ യൂണിഫോമിറ്റി കിട്ടുകയില്ല. ഒന്നുകൂടെ പറയട്ടെ. ബിഫോർ മീ an old man is going to set. His shadow is long, his silence heavy with years. Behind me a little boy is growing, learning my footsteps, before learning my name. ഇതാണ് അവസാനത്തെ നമ്മൾ ചിന്തിപ്പിക്കുന്ന തത്വചിന്തയും അല്ലെങ്കിൽ ദാർശനികതയും സൂഫിസവും ഒക്കെ സമ്മേളിക്കുന്ന ഒരു കവിത. ബിഹൈൻഡ് മീ, എൻ്റെ പിന്നിൽ എ ലിറ്റിൽ ബോയ് ഈസ് ഗ്രോയിങ്, ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്നുണ്ട്. ലേണിംഗ് മൈ ഫുട് സ്റ്റെപ്സ്, അവൻ പഠിക്കുന്നത് എൻ്റെ കാലടികളിൽ നിന്നാണ്. ബിഫോർ ലേണിംഗ് മൈ നെയിം, ഞാൻ ആരെന്നോ എൻ്റെ പേരെന്താണെന്നോ എൻ്റെ സ്വഭാവം എന്താണെന്നോ മനസ്സിലാക്കുന്നതിന് മുമ്പേ എൻ്റെ കാലടികളെ പിന്തുടരാനാണ്, ഒരു ട്രഡീഷനെ പിന്തുടരാനാണ് അവൻ പഠിക്കുന്നത്. ബിഫോർ മീ, ഇനി എൻ്റെ പിന്നിലാണെങ്കിലോ ബിഫോർ മീ എൻ്റെ മുന്നിലാണെങ്കിലോ an old man is going to set. ഈ ഓരോ കുട്ടിയും നാളെ ഓൾഡ് മാൻ ആയിട്ട് മാറുന്നല്ലോ. an old man is going to set. സെറ്റ് എന്നുള്ള വാക്ക് വളരെ സവിശേഷമായ അർത്ഥബോധത്തോടെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സൺ ആണ് ഗോയിങ് ടു സെറ്റ് എന്ന് പറയേണ്ടത്. അപ്പോൾ ഓരോ കൊച്ചുകുട്ടിയും ഒരു വൃദ്ധനാവുമ്പോൾ, ഒരു ജ്ഞാനവൃദ്ധനാവുമ്പോൾ ഒരു സൂര്യനായിട്ട് പ്രകാശിക്കുന്നു. അത് അവസാനിക്കാൻ പോവുകയാണ് ഭൗതികമായിട്ടെങ്കിലും എന്ന്. ബിഫോർ മീ an old man is going to set, his shadow long, his silence heavy with years. അദ്ദേഹം സൈലന്റ് ആണെങ്കിലും നിശബ്ദനാണെങ്കിലും വർഷങ്ങളുടെ ഭാരം അതിലുണ്ട്, അനുഭവം അതിലുണ്ട്, വേദന അതിലുണ്ട്, പാഠങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ ഓരോ കവിതയും മാത്രമല്ല ഓരോ വരിയും ഒരുപാട് സംസാരിക്കുന്നവയാണ്. വെറുതെ പുസ്തകം മലർത്തി വെച്ചാൽ മതി, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നിങ്ങൾ താനെ നീങ്ങിക്കോളും. 2 വാക്കിൽ ഒതുങ്ങുന്ന ഒരു വരി ജീവിതം എഴുതുന്നു. 2 വാക്കേ ഉള്ളൂ, അതൊരു വരിയായിട്ട് മാറുന്നു, അതൊരു ജീവിതമാണ് എഴുതുന്നത്. എന്നമാതിരി 2 വരിയിൽ തുടിക്കുന്ന ജീവിതം ഒരു പ്രപഞ്ച ചിത്രമാകുന്നു. ഇതിൽ അനന്തതയുടെ താളമുണ്ട്, വ്യാഖ്യാനങ്ങളുടെ നൃത്തമുണ്ട്. വ്യാഖ്യാനിക്കാൻ കഴിയുന്നവർക്ക് അത് ആഹ്ലാദകരമായ ഒരു നൃത്തമായിട്ട് അനുഭവിക്കാം. കാത്തിരിപ്പും പ്രതീക്ഷയും സ്നേഹവും ജ്ഞാനവും സാഫല്യമാവുന്നുണ്ടതിൽ. ഈ സഫലതയുടെ സാന്ത്വനങ്ങളിലേക്ക് പ്രിയപ്പെട്ട വായനക്കാരെ നിങ്ങൾക്ക് സ്വാഗതം. അഷ്റഫിന്റെ കവിതകൾ നിങ്ങളുടെ പ്രഭാതവും പകൽ വെളിച്ചവുമാവും തീർച്ച. നിങ്ങളുടെ പൂനിലാവും നക്ഷത്രങ്ങളും പിറകെ തെളിയും. വായിക്കുന്നതും നേടുന്നതും നിങ്ങളുടെ ജീവിതാക്ഷരങ്ങളാവും. അക്ഷരങ്ങൾ നക്ഷത്രങ്ങളാവുക എന്നുള്ളതും നക്ഷത്രങ്ങൾ അക്ഷരങ്ങളാവുക എന്നുള്ളതും ഒരു സങ്കല്പമാണ്, ഒരു പൊതുസങ്കല്പമാണ്. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, ശക്തമായ സൂഫി സ്വാധീനം ഈ വരികളിൽ തലക്കെട്ടുകളിൽ പോലും കാണും. സൂഫിസത്തിന്റെ പ്രധാന അടയാളങ്ങൾ അഷ്റഫിന്റെ കവിതകളിൽ തെളിയുന്നുണ്ട്. അതായത് പ്രണയത്തെ ആത്മീയമാക്കൽ. വിത്തിൻ ദ കേർവ് ഓഫ് യുവർ ലിപ്സ്, വിത്തിൻ ദ ബ്രെത്ത് ഓഫ് യുവർ സ്മൈൽ, every breath I take becomes its verse, every step I make complete its verse. ഇത് വെറും പ്രണയമല്ല, പ്രിയപ്പെട്ടവർ ദൈവത്തിലേക്കുള്ള വാതിലുകൾ വെറും പ്രണയമല്ല, പ്രിയപ്പെട്ടവർ ദൈവത്തിലേക്കുള്ള വാതിലാകുന്ന സൂഫി സങ്കല്പമാണ്. ശ്വാസം പോലും പ്രാർത്ഥനയാകുന്നു. റൂമിയും ഹഫീസും വളരെ പ്രശസ്തരായ സൂഫി സംഗീതജ്ഞരാണ്, കവികളാണ്. അവരെഴുതിയ അതേ അനുഭാവമാണ് ഇവിടെ നിഴലിക്കുന്നത്. പിന്നെ വേദനയുടെ രൂപാന്തരം. വേദനയെ
വേദനയെ മധുരമാക്കുന്ന ഒരു പ്രക്രിയയാണ് സുവിശേഷത്തിന്റെ ഒരു അംശം. ഓഫ് wounds that turned into songs, of hope that rose like tides, a quiet wound that echoes softly in the dark. സൂഫികൾക്ക് മുറിവ് ശാപമല്ല, അത് വെളിച്ചം കടക്കാനുള്ള വിള്ളലാണ്. റൂമി പറയും, the wound is the place where the light enters you. അഷ്റഫിന്റെ വരികൾ അതേ തത്വം തന്നെയാണ് ആവർത്തിക്കുന്നത്. പിന്നെ നിശബ്ദതയും നിഗൂഢതയും. ചിലപ്പോൾ ഞാൻ പൊതുവെ ആദ്യം പറഞ്ഞു നിഗൂഢമല്ല പല വരികളും, ചിലപ്പോൾ നമ്മൾ അറിയാതെ നിഗൂഢതകളുണ്ട്. ചെറിയ വാക്കുകളിൽ തന്നെ, അതായത് സിംപ്ലസ്റ്റ് വേർഡ്സ് ആണ് വൈസസ്റ്റ് ഐഡിയാസ് പറഞ്ഞു തരുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. സൂഫിസം ശബ്ദത്തിലല്ല മൗനത്തിലാണ് ദൈവത്തെ തേടുന്നത്. ചോദ്യങ്ങളിൽ പക്ഷികൾ ഇരിക്കുന്നത്, കാറ്റ് ഉത്തരം വായിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ വരികൾ വായിച്ചല്ലോ, ബേർഡ്സ് റെസ്റ്റ് ഓൺ മൈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങളിൽ പക്ഷികൾ ഇരിക്കുകയാണ്, കാറ്റ് ഉത്തരം വായിക്കുകയാണ്. ഇത് ഫാന എന്ന സൂഫി അവസ്ഥയോട് അടുക്കുന്നു. അത് ഞാൻ കണ്ടെത്തിയതാണ്, വായിച്ച് മനസ്സിലാക്കിയത്, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ട് എന്ന്. FANAA, ഫാന, അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. സ്വയം ഇല്ലാതായി പ്രപഞ്ചമാകൽ. അത് മലയാളത്തിൽ നമുക്ക് ജ്ഞാനപ്പാനിയിലൊക്കെ കാണാം. ഇനി സമയത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാട്. എ മെമ്മറി പ്രസ്ഡ് ഫോർ എവർ ബിറ്റ്വീൻ ദ പേജസ് ഓഫ് ടൈം എന്നൊരു വരി വായിച്ചല്ലോ. അതുപോലെ ബിഹൈൻഡ് മീ എ ലിറ്റിൽ ബേബി ഈസ് ഗ്രോയിങ്. അപ്പൊ ഇവിടെയൊക്കെ ജനനവും മരണവും തുടക്കവും ഒടുക്കവും ഒരേ വരിയിൽ. സൂഫികൾ കാണുന്ന പോലെ ജീവിതം ഒരു വൃത്തമാണ്. അതാണ് എൻഡ്ലെസ് റോഡ്സ്, അങ്ങനെ ഒരു കവിതയുടെ ശീർഷകമുണ്ട്. എന്നീ തലക്കെട്ടുകൾ തന്നെ ആ യാത്രയെ സൂചിപ്പിക്കുന്നത്. ജീവിതം ഒരു വൃത്തമാണ്, അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടങ്ങുകയാണ്. ഓരോ മനുഷ്യൻ മാത്രമല്ല, ജീവിത പ്രക്രിയ തന്നെ, ചരിത്രം തന്നെ ആവർത്തിക്കുകയാണല്ലോ. പിന്നെ എന്താണ്, ഒരു വ്യക്തി അതിലെന്താ, വളരെ ചെറിയൊരു അംശം മാത്രമല്ലേ. ഇതിന് ഭൗതികതയ്ക്ക് അപ്പുറം കാണുന്ന ഒരു കാഴ്ചപ്പാട്. നിലവിലുള്ളത് മാത്രമല്ല നമ്മൾ കാണുന്നത്. അതാണ് ഓൺ ദ സ്ക്രീൻ ഷീസ് ലിഫ്റ്റഡ് ഔട്ട് ഓഫ് ദ സ്ലം. ഒരു സ്ലമ്മിൽ നിന്ന് എടുത്തു പൊക്കി കൊണ്ടുവന്നവളാണ്. വാഷ്ഡ് ക്ലീൻ ബൈ പിക്സൽസ്, ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഹാർട്ട്, വാക്സ്, സ്റ്റോളൻ കീ, ഇങ്ങനെയുള്ള കവിത ശീർഷകങ്ങൾ മാത്രമാണത്. ഈ കവിതകളിലൊക്കെ ഇത് കാണുന്നത് അങ്ങനെയാണ്. എന്ത്, നമ്മൾ വായിക്കുന്നതിനപ്പുറത്തേക്ക്, കാണുന്നതിനപ്പുറത്തേക്ക്. കവി നമുക്ക് 2 ഇതളുകൾ 3 ഇതളുകളാണ് കാണിച്ചു തരുന്നത്. അവിടെ 4ാമത്തെ ഒരു ഇതൾ വിടരാനുണ്ട്, 5ാമത് ഒരു ഇതൾ അതിന് അപ്പുറത്തുമുണ്ട് എന്ന് നമുക്ക് തോന്നണം. അതാണ് കവിതയുടെ ദൗത്യവും നമ്മുടെ ധർമ്മവും. ഈ മായ, കൃത്രിമത്വം, നഷ്ടപ്പെട്ട സത്യം എന്നിവയെക്കുറിച്ചുള്ള നിരീക്ഷണം സത്യം തേടിയുള്ള സൂഫിയുടെ അന്വേഷണം തന്നെയാണ്. ട്രൂത്ത് എന്ന തലക്കെട്ട് നേരിട്ട് അതാണ്. അത് നിങ്ങൾ വായിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറയാൻ സമയമെടുക്കുന്നില്ല. ചുരുക്കത്തില് അഷ്റഫിന്റെ കവിതകൾ സൂഫിസത്തിന്റെ പ്രഖ്യാപനമൊന്നുമല്ല, പക്ഷെ അതിന്റെ ആത്മാവ് അതിലുണ്ട്. പ്രണയം, വേദന, പ്രകൃതി, മൗനം, സമയം, എല്ലാത്തിലൂടെയും ഒന്നിനെ തേടുന്നുണ്ട്. നമുക്ക് പരിചയമല്ലാത്ത ഒന്ന്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്ന്, നമ്മെ എല്ലാം ദൈവീകതയിലേക്ക് ഉയർത്തുന്ന ഒന്ന് എവിടെയോ നിൽക്കുന്നുണ്ട്. അതിനെ തേടിക്കൊണ്ടാണ് റൂമിയുടെ ഏകാന്തതയും ജിബ്രാന്റെ ദർശനവും പിന്നെ ബുല്ലാ ഷായുടെ ലാളിത്യവും ഇതിൽ കലരുന്നു. എനിക്കറിയുന്ന 4-5 പേരുകളാണ്. ഇവരുടെയൊക്കെ ലാളിത്യം 4-5 കവിതകൾ വായിച്ചു നോക്കിയപ്പോൾ ഈ ലാളിത്യം ഇതിലുണ്ട്. തലക്കെട്ടുകൾ പോലും മൂൺ ഗാർഡൻ, മൈ യൂണിവേഴ്സ്, സ്റ്റോമി വെതർ, അകത്തേക്കുള്ള യാത്രകളാണ്, പുറത്തേക്കല്ല. മനുഷ്യന്റെ ഓരോ ചിന്തയും ഓരോ കൃതിയും അകത്തേക്കുള്ള അന്വേഷണമാണ്, അകത്തേക്കുള്ള യാത്രയാണ് എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പൊ 100 കവിതകളിൽ ഈ ധാര തുടരുന്നുണ്ടെങ്കിൽ അഷ്റഫ്, പലതിലും ഈ ധാര തുടരുന്നുണ്ടെങ്കിൽ അഷ്റഫ് ഒരു സൂഫി കവി തന്നെയാണെന്ന് നമുക്ക് ഏറെക്കുറെ തീരുമാനിക്കാം. എന്നാൽ മതത്തിന്റെ സൂഫിയല്ല, അനുഭവത്തിന്റെ സൂഫിയാണ്, ആത്മീയതയുടെ സൂഫിയാണ്. ഇവിടെ കവിതയെ അവതരിപ്പിക്കുക, ഒരു കവിയെ അവതരിപ്പിക്കുക എന്ന ഒരു സാമാന്യ ധർമ്മം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ കാര്യങ്ങള്, കൂടുതൽ സാധ്യതകള്, കൂടുതൽ ദർശനങ്ങൾ വായനക്കാർക്ക് സ്വയം കണ്ടെത്താൻ സന്ദർഭം ഉണ്ടാവട്ടെ. അഷ്റഫിന്റെ ഈ കവിതാ സമാഹാരം ചെരുപ്പിടാത്ത ഹൃദയ സഞ്ചാരം, ചെരുപ്പിടാത്ത ഹൃദയാലുവിന്റെ സഞ്ചാരം എന്ന് വേണമെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ യാതൊരു കൃത്രിമത്വവും ഇല്ലാത്ത, യാതൊരു എന്താ പറയുക, ഇൻഹിബിഷനും ഇല്ലാതെ ഉള്ള ഒരു യാത്ര, ഒരു അന്വേഷണം, കാപട്യങ്ങളില്ലാത്ത ഹൃദയത്തിന്റെ തീർത്ഥയാത്ര ആവട്ടെ വായനക്കാരുടെ. ഈ തീർത്ഥയാത്ര വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും കൂടെ നടക്കാൻ തുടങ്ങും. അപ്പോൾ അത് വായനക്കാരുടെ അനുയാത്രകൾക്കും തുടർ യാത്രകൾക്കും പ്രചോദനമാകട്ടെ
എന്ന പ്രത്യാശയോടെ ഞാൻ